ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നിങ്ങൾ കാത്തിരിക്കുന്ന മറ്റൊരു കഥ കൂടിയില്ലേ, ആനന്ദ നടനം. അപ്പം നമുക്ക് ആനന്ദ നടനം കേട്ടു തുടങ്ങാം. തൊട്ട് പിന്നിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇത്രയും നേരം അനന്തനെ സഹായിച്ചു കൊണ്ടിരുന്നത് ദക്ഷയും കൂട്ടുകാരുമാണെന്ന് അനന്തൻ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് അവരെ മുന്നിൽ കണ്ടതും അനന്തനൊന്ന് പകച്ചെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ ആത്മസംയമനം പാലിച്ചു. എല്ലാവരെയും നോക്കി മനോഹരമായിട്ടൊന്നങ്ങ് ചിരിച്ചു. ആ ചിരിക്കിടയിലും തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷയെ കണ്ടിട്ടും കണ്ടില്ലെന്നങ്ങ് നടിച്ചു. അവരോടൊപ്പം സംസാരിച്ചു കൊണ്ട് തന്നെ ആ ദീപം കൊളുത്തൽ പൂർത്തിയാക്കി. ദീപം കൊളുത്തുന്നതിനിടയ്ക്ക് അറിയാതെ പലപ്പോഴും ദക്ഷയുടെയും അനന്തൻ്റെയും കണ്ണുകൾ കൂട്ടിമുട്ടിക്കൊണ്ടിരുന്നു. അവളോട് സംസാരിക്കാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇടതുകാലിൽ തണുപ്പനുഭവപ്പെട്ട ദക്ഷ കൈ താഴ്ത്തി കാണിച്ചു കൊടുത്തു. വെള്ളിസർപ്പം ഇഴഞ്ഞ് കയ്യിൽ കയറി. കൂട്ടുകാരികൾ ഇത് കണ്ട് അത്ഭുതത്തോടെയും ഭയത്തോടും പിറകോട്ട് മാറി. അനന്തൻ നിന്നിടത്ത് തന്നെ നിൽക്കുകയുണ്ടായി. അവന് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഉണ്ടായില്ല. ദക്ഷ അതിനോട് സംസാരിച്ചു. ഒക്കെയും കേട്ടുകൊണ്ട് ശ്രദ്ധയോടെ ദക്ഷയുടെ കയ്യിലിരിക്കുന്ന ആ വെള്ളിസർപ്പം അവിടെ കൂട്ടുകാരികൾക്ക് വളരെയധികം അത്ഭുതമുണ്ടാക്കിയ ഒന്നായിരുന്നു. പെട്ടെന്നായിരുന്നു ആ വെള്ളിസർപ്പം പറന്ന് അനന്തൻ്റെ കയ്യിൽ വന്നിരുന്നത്. അവനോട് ഇന്ന് യക്ഷിയമ്മയ്ക്ക് എന്തിനാ വിളക്ക് കത്തിച്ചത് എന്ന് ചോദിക്കുന്ന അർത്ഥത്തിൽ തലയാട്ടുന്ന അവനോട് അനന്തൻ പറഞ്ഞു, നമ്മുടെ മീനുട്ടിക്കേ ഒരു നല്ല ആൺകുട്ടി വന്നിട്ടുണ്ട്, അവളെ നമുക്ക് നല്ലൊരാളെ ഏൽപ്പിക്കണ്ടേ? ആ ചോദ്യം കേട്ടതും തലകുലുക്കി സമ്മതിക്കുന്ന വെള്ളിപ്പാമ്പിനെ അവർ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. അപ്പോഴാണ് ദക്ഷയുടെ ചോദ്യം വരുന്നത്, അപ്പോൾ എൻ്റെ മീനുട്ടിക്ക് കല്യാണമായോ? അവൻ മുഖമൂർത്തി അവളെ നിന്ന് നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു, അതെ. ആരാ ചെറുപ്പക്കാരൻ? അല്ലെങ്കിൽ ആരാ ആ ചെറുക്കൻ? അപ്പോൾ തന്നെ ഉണ്ടായി അടുത്ത ചോദ്യം. അവൻ അവളെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു തുടങ്ങി. ആ അമ്മയും മകനെയും കാവിൽ വെച്ച് കണ്ടതും അവരെ പരിചയപ്പെട്ടതും മീനുട്ടി കാവിലേക്ക് വിളക്ക് വെക്കാൻ വന്നതും അവർ പരസ്പരം കണ്ടതും പരിചയപ്പെട്ടതും തനിക്ക് അവനെ ഇഷ്ടമായതും അവനെക്കൊണ്ട് മീനുട്ടി വിവാഹം കഴിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ള വിവരം അവരോട് തുറന്നു പറഞ്ഞതും അവർ സമ്മതം അറിയിച്ചതുമെല്ലാം അനന്തൻ ദക്ഷയോട് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോഴെല്ലാം ദക്ഷയുടെ കണ്ണുകളിൽ അവനെ തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് അനന്തൻ ദക്ഷയോട് ഇത്രയും സംസാരിക്കുന്നത്. കൂട്ടുകാരികൾ രണ്ടുപേരും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തൊരു ചേർച്ചയാണ് രണ്ടുപേരും, അവർ മനസ്സിലോർത്തു. എന്തൊരു സൗന്ദര്യമാണ് രണ്ടുപേർക്കും. അപ്പോഴേക്കും കാവിലെ ദീപപ്രഭയൊഴിച്ചാൽ കാവ് ഒരുപാട് ഇരുട്ട് മൂടിക്കഴിഞ്ഞിരുന്നു. വെള്ളിസർപ്പം പറന്നു എന്ന് പുറ്റിലേക്ക് ഇടിഞ്ഞു കയറി മറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് നടന്നു. അവർ കാറിനരികിലേക്കും അനന്തൻ അവൻ്റെ ബൈക്കിൻ്റെ അരികിലേക്കും. എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് വരുന്നതും എല്ലാവരും ഒരുമിച്ച് അവനോട് യാത്ര പറയുന്നതും ദാമോദരേട്ടൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ദക്ഷയുടെ കണ്ണുകളിൽ അനന്തനെ തന്നെയായിരുന്നു. ബൈക്കിൽ കയറി പുറത്തേക്ക് പോകാൻ തുടങ്ങിയ അനന്തൻ തിരിഞ്ഞ് ദക്ഷയൊന്ന് നോക്കി. താൻ പോവുകയാണെന്ന മട്ടിൽ. അത്രയും മതിയായിരുന്നു ദക്ഷയ്ക്ക് സന്തോഷിക്കാൻ. ഉള്ളിൽ തുടികുട്ടുന്ന സന്തോഷത്തെ അടക്കാൻ വല്ലാതെ പാടുപെടേണ്ടി വന്ന ദക്ഷയ്ക്ക്. തറവാട്ടിലെത്തിയതും അവൾ ഓടിപ്പോയി വീണയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരുമ്മ കൊടുത്തു. അതോടെ ബാക്കി മൂന്നും കൂടി വന്ന് വീണയെ അറ്റാക്ക് ചെയ്തു. പിന്നെ അവിടെ ചിരിയുടെ മാലപ്പടക്കം പൊട്ടി. അപ്പോഴാണ് കളരിത്തറയിൽ നിന്നും രുദ്രൻ വീട്ടിലേക്ക് കടന്നു വരുന്നത്. എന്താ എല്ലാവർക്കും ഒരു സന്തോഷം? രുദ്രൻ ചോദിച്ച്. അതേ അച്ഛാ, എൻ്റെ മീനുട്ടിയുടെ കല്യാണമാണ്. ആഹാ, അത് കൊള്ളാലോ. ഇതിപ്പോൾ എങ്ങനെ നീ അറിഞ്ഞു? അതോ, അവർ കാവിലെത്തിയതും അവിടെ ചെന്നപ്പോൾ അനന്തൻ കാവിൽ വിളക്ക് കൊളുത്തുന്നതും തങ്ങളെല്ലാവരും ചേർന്ന് അനന്തനെ സഹായിച്ചതും അപ്പോൾ വെള്ളിസർപ്പം പറന്നുപോയി അനന്തൻ്റെ കയ്യിലിരുന്നതും അനന്തൻ വെള്ളിസർപ്പത്തോട് ഇന്ന് കാവിൽ എന്തിനാണ് വിളക്ക് വെച്ചതെന്ന് പറയുന്നതും അങ്ങനെ തങ്ങൾ കേട്ടതാണെന്നും ആ പയ്യനെപ്പറ്റി തിരക്കിയെന്നും അപ്പോൾ അനന്തേട്ടൻ കാവിൽ വെച്ച് വിളക്ക് കൊളുത്താൻ വന്ന് പരിചയപ്പെട്ടതാണെന്നും അനന്തേട്ടൻ ആ പയ്യനെ ഇഷ്ടപ്പെട്ടെന്നും നല്ല പയ്യനാണെന്ന് തോന്നിയിട്ട് വിവാഹം ആലോചിച്ചു. അതാണ് പയ്യനെന്ന് ഒറ്റ ശ്വാസത്തിൽ അവളങ്ങ് പറഞ്ഞു നിർത്തി. കൂട്ടുകാരികൾ അവൾ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് മാത്രമല്ലേ അറിയൂ അതൊന്നുമല്ല അവിടെ സന്തോഷത്തിന് കാരണമെന്ന്. അനന്തനെ കണ്ടത് മാത്രമല്ല, അനന്തനോടൊപ്പം അവൾക്ക് മീനുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്താൻ പറ്റി. അവൻ ആദ്യമായിട്ട് കുറേയേറെ അവളോട് സംസാരിച്ചു. അതിൻ്റെയൊക്കെ സന്തോഷമാണ് അവളെ പറഞ്ഞു തീർക്കുന്നത്. ഒക്കെയും പറഞ്ഞു തീർന്നപ്പോൾ വീണ ചോദിച്ചു, എൻ്റെ ദൈവമേ, ഭഗവാനെ, ആ കുട്ടിക്ക് അപ്പോൾ നിന്നെ പോലെ പാമ്പിൻ്റെ ഭ്രാന്തൊക്കെ ഉണ്ടോ? ഉണ്ടമ്മേ, അതും പറഞ്ഞവൾ ചിരിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിയമ്മ അതുകൊണ്ടല്ലേ ഒരുപാട് അനുഗ്രഹിച്ചത്. അപ്പോൾ പിന്നെ രണ്ടുപേർക്കും ഒരേ സ്വഭാവമല്ലേ കിട്ടൂ.
വരൂ, ഒരേ സ്വഭാവമല്ലേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. പതുക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത് നിന്ന് ചാരു മാത്രമേ കേട്ടുള്ളൂ. അവൾ പതുക്കെ അവിടെ കയ്യിൽ ഒരു നുള്ളു കൊടുത്ത് മിണ്ടാതിരി പെണ്ണേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ച് കാണിച്ച് മിണ്ടാതിരുന്നോളാൻ പറഞ്ഞു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവർ 4 പേരും മുകളിലത്തെ മുറിയിലേക്ക് ഉറങ്ങാൻ പോയി. വീണയും രവീന്ദ്രനും അവരുടെ ബെഡ്റൂമിൽ. ഏട്ടാ, മീനൂട്ടിയുടെ കല്യാണമാണെന്ന് പറഞ്ഞപ്പോൾ മോളുടെ സന്തോഷം കണ്ടില്ലേ? മീനൂട്ടിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണം കേട്ടോ ഏട്ടാ. അയാൾ സമ്മതിച്ചു. പക്ഷേ ആനന്ദനെപ്പറ്റി സംസാരിക്കുമ്പോൾ തൻ്റെ മകളിൽ ഒരല്പം മതിരി കിടന്ന സന്തോഷമില്ലേ എന്ന് രുദ്രന് അന്ന് ആദ്യമായിട്ട് സംശയം തോന്നി. പക്ഷേ വീണയോട് തൻ്റെ സംശയം പറഞ്ഞതുമില്ല. നോക്കട്ടെ, ചിലപ്പോൾ അത് തൻ്റെ സംശയം മാത്രമാണെങ്കിലോ? അയാൾ തന്നോട് തന്നെ ചോദിച്ചു. ആനന്ദ വീട്ടിൽ ചെന്നിട്ട് മഹാപ്പോടെ എന്തോ പോലെ ദക്ഷ ആ മുഖം തൻ്റെ മുന്നിൽ നിന്ന് മറക്കാനോ അകറ്റിക്കളയാനോ തനിക്ക് സാധിക്കുന്നില്ല. അവനൊരു സത്യം സ്വയം മനസ്സിലാക്കിയായിരുന്നു. താനവളെ ഒരുപാട് സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുന്നു. അതാണ് സത്യം. അവളിൽ താനിപ്പോൾ ഒരുപാട് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അത് തന്നെ കാണുമ്പോൾ, കണ്ണുകളിൽ കാണുന്ന സ്നേഹം കാണുമ്പോൾ താൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ താൻ കാരണം അവൾ ഒരിക്കലും കരയരുത്. അതൊരു പാവം കുട്ടിയാണെന്ന് തോന്നുന്നു അതിൻ്റെ രീതികൾ കണ്ടിട്ട്. അച്ഛൻ്റെ പണമോ പ്രഥമോ ഒന്നും ആ കുട്ടിയെ ബാധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അതിൻ്റെ രീതികളിൽ നിന്ന്. വീട്ടിലെത്തിയിട്ടും അനന്തൻ്റെ അനക്കമൊന്നും കാണാഞ്ഞിട്ടാണ് മീനൂട്ടി അവനെ തിരക്ക് റൂമിലെത്തിയത്. അപ്പോൾ ദക്ഷയുടെ ഓർമ്മകളിൽ സ്വയം മറന്നിരിക്കുന്ന അവനെ കണ്ടതും അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഏട്ടാ, അവിടെ വിളി കേട്ട് അവൻ ഞെട്ടി അവളെ നോക്കി. എന്തേ എന്ന മട്ടിൽ. ഏട്ടൻ എന്ത് പറ്റി? ദക്ഷ വിളിച്ചോ? അവൾ പെട്ടെന്ന് ചോദിച്ചു. അവൻ മുഖമുയർത്തി അവളെ നിന്ന് നോക്കി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അവളെ കണ്ടു, ഞാൻ ദക്ഷയെ കണ്ടു. എവിടെ വെച്ച്? അവൾ ചോദിച്ചു. അപ്പോൾ അവൻ കാവിൽ വിളക്ക് കൊളുത്താൻ പോയതും ദക്ഷയും കൂട്ടുകാരികളും അവിടെ എത്തിയതും അവനെ സഹായിച്ചതും അവരോട് സംസാരിച്ചതുമൊക്കെ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം മീനൂട്ടിയോട് പറഞ്ഞു. ഓഹോ, അപ്പം അതിനാണോ ഏട്ടൻ ഇങ്ങനെ കിളി പോയതുപോലെ ഇരിക്കുന്നത്? അവൾ കളിയാക്കി ചോദിച്ചു. ഹേയ് അല്ല എന്നവൻ പറഞ്ഞ് ചിരിച്ചു. എങ്കിലും അതായിരുന്നു സത്യം എന്ന് അവനല്ലേ അറിയുള്ളൂ. വിശക്കുന്നു നീ, അമ്മയുടെ ഭക്ഷണം എടുത്ത് വെക്കാൻ പറഞ്ഞേ. അമ്മ ഇവിടെ ഉണ്ട് മോനെ. അവൻ എഴുന്നേറ്റ് പോയി വസ്ത്രം മാറി ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്നു. ആ ഏട്ടാ, ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഏട്ടൻ പോയ കാര്യം എന്തായി? ആ, നല്ലതായിരുന്നു മോളെ. പിന്നെ അവിടെ നിന്ന് രാഹുലിനെയും മീരയും കാണാൻ പോയതും അവർ നാട് കാണാൻ വരുന്ന വിവരവും അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അമ്പലക്കമ്മിറ്റിക്കാർ വിളിച്ചതും അവരെ പോയി കണ്ടതും അവർക്ക് സ്ഥലം ഇഷ്ടപ്പെട്ട് എത്രയും പെട്ടെന്ന് എഴുത്ത് നടത്താമെന്ന് വാക്ക് പറഞ്ഞതും അവൻ ഒരുപാടേറെ സന്തോഷത്തോടെ അമ്മയെ അറിയിച്ചു. നമുക്ക് തിങ്കളാഴ്ച എഴുത്ത് നടത്താമെന്ന് അവരെ അറിയിക്കട്ടെ അമ്മേ? അവൻ ചോദിച്ചു. അവർ സമ്മതം അറിയിച്ചു. ഇപ്പോൾ എന്തിനാ അത്യാവശ്യമായിട്ട് വസ്തു വിൽക്കുന്നതെന്ന് മീനൂട്ടി അനന്തനോട് ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ, പുരതറഞ്ഞ് എൻ്റെ വീട്ടിൽ ഒരു പെണ്ണ് നിൽപ്പണ്ടേ, അതിനെ ഒന്ന് കെട്ടിച്ചു വിടണം. എന്നിട്ട് വേണം എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ. ഇല്ലെങ്കിൽ നീ നാത്തൂമ്പൊരു നടത്തില്ലേ? ആഹാ, അപ്പോൾ ഏട്ടനെ കെട്ടണമെങ്കിൽ അങ്ങ് കിട്ടിയാൽ പോരെ, അതിന് എന്നെ ഓടിച്ചു വിടുന്നത് എന്തിനാ? എന്നിട്ട് വേണം നീ ഇവിടെ നാത്തുമ്പൂരെടുക്കാൻ. ഞാനതൊക്കെ കാണുന്നു അല്ലേടി? അവൻ ചിരിയോടെ ചോദിച്ചു. അതോടെ മീനൂട്ടി പിണങ്ങി ആഹാരം കഴിക്കാതെ എഴുന്നേറ്റ് പോയി. അവന് ചിരി വന്നു. കുറേ ആയി ഇങ്ങനെയൊക്കെ വഴക്കിട്ടിട്ട്. അവൻ ഭക്ഷണം കഴിച്ചിരുന്നിട്ട് കൈ കഴുകി വന്നിട്ട് പോയി ബൈക്ക് തുറന്നതിൽ നിന്നും മീനൂട്ടിയുടെ പ്രിയപ്പെട്ട മഞ്ചെടുത്തുകൊണ്ട് വന്നു. എവിടെ പോയിട്ട് വന്നാലും അനന്തൻ മറക്കാതെ വകുന്ന ഒരേ ഒരു സാധനം ഇതാണ്. മീനൂട്ടിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മഞ്ച് മിഠായി. അത് കൊണ്ടുപോയി നേരെ അവിടെ കട്ടിലിനരികിൽ വന്നിരുന്നു. ദേ, ഏട്ടൻ മഞ്ച് തിന്നാൻ പോവുകയാണ്, വേണമെങ്കിൽ പെട്ടെന്ന് വന്നു, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തിന്നു തീർക്കും. മീനൂട്ടി കുറേ നേരം മസല പിടിച്ചിരുന്ന് നോക്കി. കിടന്നു. ഇനി കുറച്ചു നേരം കൂടി കിടന്ന ഏട്ടൻ തന്നെ മഞ്ചങ്ങനെ തിന്ന് നിർത്താലോ എന്ന് പേടിച്ചവൾ പെട്ടെന്ന് തന്നെ ഏട്ടനുമായിട്ട് കൂട്ടായി. അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മഞ്ച് അവൾക്ക് നൽകിയിട്ട് നിറകെ തൻ്റെ ചുണ്ട് ചേർത്ത് ഒരു സ്നേഹചുംബനവും നൽകി ശുഭരാത്രി പറഞ്ഞിട്ടാണ് പോയത്. കാരണം അനന്തനെ സംബന്ധിച്ച് അനന്തൻ്റെ ജീവൻ്റെ ഒരു ഭാഗത്ത് ദക്ഷയാണെങ്കിൽ മറ്റൊരു ഭാഗത്തുള്ളത് മീനൂട്ടി തന്നെയാണ്. നേരെ പോയി കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്നു. രാവിലെ മുതൽ യാത്രയിലായിരുന്നു. ദേഹം എവിടേക്കോ വേദനിക്കുന്നു. പതുക്കെ ആനന്ദൻ ഉറക്കത്തിലേക്ക് ആണ്ടുപോയി. അപ്പോഴും അവനിൽ ഒരു നനുത്ത സ്വപ്നം പോലെ അവളുണ്ടായിരുന്നു, ദക്ഷ. ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ദക്ഷയും. ഉറങ്ങാൻ വന്ന് കിടന്നിട്ട് കണ്ണടച്ചാലും തുറന്നാലും ഇരുന്നാലും കിടന്നാലും എല്ലാം തെളിയുന്ന ഒറ്റ രൂപം മാത്രം, അനന്തൻ്റെ രൂപം. എപ്പോഴോ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ ദക്ഷ,
അനന്തൻ്റെ കൈയും പിടിച്ചതേ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ആ ഓട്ടത്തിനിടയ്ക്ക് അനന്തൻ ഒരിക്കൽ പോലും കൈവിട്ടു പോകാതെ അവളുടെ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തങ്ങളെ 4 വശത്തു നിന്നും ആൾക്കാർ വളഞ്ഞു. അവരുടെ കയ്യിലെല്ലാം വാള് പോലെ എന്തോ ഒരായുധം. അതിൽ ഒരാൾ അനന്തൻ്റെ നേർക്ക് വാളോങ്ങി വെട്ടുകൊണ്ട് അനന്തൻ താഴേക്ക് വീണു കഴിഞ്ഞു. നോ! അലറി വിളിച്ചുകൊണ്ട് രക്ഷ ചാട്ടി എഴുന്നേറ്റു. എൻ്റെ അനന്തേട്ടൻ! അവൾ കൈകൾ പൊത്തി മുഖമമർത്തി പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. അവളുടെ ബഹളം കേട്ട് കൂട്ടുകാരികളെല്ലാം ചാടി എഴുന്നേറ്റു. എന്താ ദക്ഷ, എന്തു പറ്റി നിനക്ക്? അവൾ അവരെ കുലുക്കി വിളിച്ചു. എൻ്റെ അനന്തേട്ടൻ! അവൾ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. അതിന് അനന്തൻ എന്ത് സംഭവിച്ചു? അവൾ കരച്ചിലൂടെ കാര്യം പറഞ്ഞു. എന്തോ എൻ്റെ ദക്ഷ, അതൊരു സ്വപ്നമല്ലേ, പറഞ്ഞിട്ട് അവൾ കേൾക്കണ്ടേ? അനന്തൻ എന്തോ ആപത്ത് സംഭവിച്ചു, അതാണ് അവൾ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു സ്വപ്നം എന്തുകൊണ്ട് ദക്ഷ കണ്ടു? അതെ, എന്തുകൊണ്ട് ഇങ്ങനൊരു സ്വപ്നം ദക്ഷയെ തേടിയെത്തി? അതിനുത്തരം നമ്മൾക്കും കണ്ടെത്തേണ്ടിയിരിക്കുന്നു, നമുക്കും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം.